ഇന്നൊരു തലക്കറി വെക്കാം. കേര മീൻ തലക്കറി. ഇത് ഐസില്ലാത്ത പച്ച മീനാണ്. ഈ മീൻ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് എടുത്ത് തല കട്ട് ചെയ്ത് എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലീൻ ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് വേണം. അതിൻ്റെ ഉളുമ്പെല്ലാം നല്ലതായിട്ട് കളയണം. തലയുടെ ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഒരുപാട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കുക. ഈ തലഭാഗത്തെല്ലാം അതിൻ്റെ ചെതുമ്പൽ വരുന്ന ഭാഗമുണ്ട്, അതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഈ പുറം ഭാഗമെല്ലാം നല്ല വെക്കുമ്പോൾ ചുണ്ണാമ്പ് പോലുള്ള കളറിൽ അതിൻ്റെ ഉളുമ്പ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ കത്തിയൊക്കെ വെച്ച് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാം. ഒരു ഉരുളിയിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുക. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന കൊടമ്പുളി ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ചേർത്ത് മൂപ്പിക്കുക. കൊടമ്പുളി വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് പൊടികളുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക, കൂട്ടി യോജിപ്പിക്കുക. എണ്ണ തെളിയുന്നിടം വരെ തിളപ്പിക്കുക. അങ്ങനെ എണ്ണയെല്ലാം തെളിഞ്ഞ്, തലക്കറി ആയതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കുക. കാരണം അത് നല്ലതായിട്ട് വെന്ത് പറ്റണം. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തലക്കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർക്കുക. അങ്ങനെ എല്ലാം ഭാഗത്തും ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. തലയുടെ മുകളിലായിട്ട് കുറേശ്ശെയായിട്ട് ഗ്രേവി ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. തലയുടെ എല്ലാ ഭാഗങ്ങളിലും ഗ്രേവി ചേർത്ത് യോജിപ്പിക്കുക. ഒരു വശം വെന്ത് പാകമായിട്ടുണ്ട്. മസാലകളെല്ലാം വീണ്ടും ആവശ്യത്തിന് ചേർക്കുക. ഒഴിച്ചു കൊടുത്ത്
ഇനി ഒന്നുകൂടി തിരിച്ചിട്ട് മറുവശം ഇതേപോലെ വേവിക്കണം. എരിയൊക്കെ അനുസരിച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ഇതിൽ ചേർത്താൽ ടേസ്റ്റ് കൂടും. ആ കുരുമുളക് പൊടിയും കായപ്പൊടിയും കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി ഒന്നുകൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി 2 സ്പൂണ് വെച്ചിട്ട് വളരെ പതുക്കെ ചേർത്ത് പിടിച്ച് തിരിച്ചിടണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഗ്രേവി എല്ലാം വറ്റി കുറച്ചുകൂടി തിളയ്ക്കാൻ വെച്ചിട്ട് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെക്കുക. ഈ സമയം കൊണ്ട് ഉപ്പും പുളിയും എരിവും എല്ലാം നമുക്ക് പാകമാണോ എന്ന് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ പുറത്ത് ചേർക്കുക. എന്നിട്ട് ഗ്രേവി നോക്കാം. ഗ്രേവി നല്ലതായിട്ട് തിളച്ച് പറ്റി തലയും എല്ലാം കൂടി ചേർന്ന് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രുചിയേറും തലക്കറി റെഡിയായി. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇത് ചൂടോടെ കഴിക്കുന്നതിലും ടേസ്റ്റ് കൂടുന്നത് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ്.